അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. സ്റ്റുഡിയോയിൽ 4-5 പേർ നിരന്നു നിന്ന് ഫുട്ബോളിന് കമന്ററി പറയുന്നത് പോലെ ആവേശം കാണിക്കുന്ന രീതി തുടങ്ങി വെച്ചത് റിപ്പോർട്ടറായിരുന്നു. അത്തരമൊരു പാതയിലേക്ക് വാർ റിപ്പോർട്ടിങ്ങിന്, യുദ്ധ റിപ്പോർട്ടിങ്ങിന് ഇപ്പോൾ അവർ മാറ്റിയിരിക്കുന്നു. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം. എന്ന റിപ്പോർട്ടർ ആവട്ടെ, അവരവിടെ ഇല്ലെങ്കിൽ യുദ്ധം പോലും ഉണ്ടാവില്ല എന്ന തരത്തിലാണ് റിപ്പോർട്ടിംഗ് നടത്തുന്നത്. ഒരു വിവരവും കൃത്യമായി കശ്മീരിൽ നിന്നും ലഭിക്കാത്തതുകൊണ്ട് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയെ ആശ്രയിച്ച് റിപ്പോർട്ടർ ചാനൽ മുമ്പോട്ട് പോവുകയാണ്. പാർവതി, ഇവൻ എന്റെ കൈ കൊണ്ട് തന്നെ ചാകുന്ന ലക്ഷണമാണ്. നിനക്ക് പൊലകുളിയും തമാശയില്ലടാ. പാകിസ്ഥാൻ എന്ന രാജ്യം തീർന്നു, ഇനി അവർ ഭൂമുഖത്തുണ്ടാവില്ല എന്ന് അജിത് ഡോവൽ പറഞ്ഞു എന്നതായിരുന്നു ഡോക്ടർ അരുൺകുമാറിന്റെ ഒരു ബ്രേക്കിംഗ് ന്യൂസ്. പറഞ്ഞിട്ടില്ല. പിന്നീട് അത് ഫേക്ക് ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും തിരുത്താനോ മാപ്പ് പറയാനോ അരുൺകുമാർ തയ്യാറായില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ തുർക്കിയിൽ നിന്നും ആയുധങ്ങളുമായി വലിയ കാർഗോ വിമാനം ഇതാ പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നായിരുന്നു മറ്റൊരു വാർത്ത. ഓ, അതോ അത് ഞാനല്ല. ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അതീവ ജാഗ്രത പുലർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രസ് റിലീസ് ഔദ്യോഗികമായി ഇറങ്ങുന്നു. അതായത് ഇന്ത്യയിലെ എയർപോർട്ടുകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു, അവിടെ പോകുന്ന യാത്രക്കാർ പുതിയ പ്രോട്ടോകോൾ പാലിക്കണമെന്നായിരുന്നു പ്രസ് റിലീസ്. അപ്പൊ ഇവനൊരു പാൻ ഇന്ത്യൻ അലവലാതിയാണല്ലേ? അരുൺകുമാർ അപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഫുട്ബോൾ കമന്റേറ്ററെ പോലെ രംഗത്ത് വന്നു. ഇന്ത്യയിലെ സകല എയർപോർട്ടുകളും അടച്ചിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. നീയേ ആ കുഴി കുറച്ചുകൂടെ വലിപ്പത്തിലെടുക്കുക, എന്നിട്ട് അതിൽ കയറി കിടക്കുക. നിന്നെ കൊണ്ട് ഇതിലും പ്രയോജനം അങ്ങനെ ഉണ്ടാവും. അത്തരമൊരു വാർത്ത പുറത്തു വരുമ്പോൾ ലോകമെമ്പാടും വിമാനയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ. തനിക്ക് ഇംഗ്ലീഷ് അറിയില്ലാത്ത ഡോക്ടറാണ് എന്ന് അരുൺകുമാർ ഒരിക്കൽ കൂടി തെളിയിച്ചതാണിത്. ഇത്തരം ഒരുപാട് വിഡ്ഢിത്തങ്ങൾ അരുൺകുമാർ സ്റ്റുഡിയോ ഫ്ലോറിൽ വന്നു നിന്നുകൊണ്ട് എഴുന്നള്ളിക്കുന്നത് സ്ഥിരമാക്കിയിരിക്കുന്നു. ഇവനെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ചുകൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം.